ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഉദയഭാനുവിന്റെ ചീട്ട് കീറുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ. എല്ലാവരും അവിടുന്നും കുറേ പണികൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീനാക്ഷി ആട്ടോ ആദ്യത്തെ പണി. ആദ്യം ഔഷധ ചെടികൾ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ചെടികൾ നമ്മുടെ മീനാക്ഷി ഓരോന്നെടുത്ത് ഇതെന്താ, ഇതിന്റെ പേരെന്താ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഉദയഭാനു ആണെങ്കിൽ അവിടെ ഇരുന്ന് വേർക്കുക, ഒന്നിന്റെയും പേര് അറിയത്തില്ലല്ലോ. അപ്പൊ എന്താണ്ടൊക്കെ വായിൽ തള്ളി വിടണതൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട്. പിന്നെ അപ്പുറത്താണ് പിന്നീട് നമ്മുടെ ആനന്ദ് കയറി വരുന്നുണ്ട്. അപ്പൊ ആനന്ദ് ഇത് കാണുമ്പോൾ തന്നെ ഓ എല്ലാം ഫ്രോഡാണ് എന്ന് പറയുന്നുണ്ട്. ആനന്ദിന്റെ ഉള്ളിൽ ഇത് കിടക്കുവാണല്ലോ. അപ്പൊ ആനന്ദിന്റെ ഇടക്കിടക്ക് ഇതിങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഉദയഭാനു തീർന്ന് ഇന്നത്തോടുകൂടി എല്ലാം തീർന്നെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആനന്ദ് എല്ലാവരോടും തുറന്നു പറഞ്ഞിട്ടില്ല കേട്ടോ ഇതേവരെ ആരും നമ്മുടെ ദേവമംഗലം വീട്ടുകാർ സത്യങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ലാസ്റ്റ് നമ്മുടെ ബാലനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അങ്ങാട് കലിയായിട്ട് വയ്യ. ബാലനും അറിയാലോ ഉദയഭാനുവിന്റെ ഈ നാടകം കളിയൊക്കെ. അപ്പൊ ബാലൻ ഇങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ട്, ഇവൻ ഇവിടെ നിന്നും പോണേക്ക് മുമ്പ് ഞാൻ ഇവൻ 8ന്റെ പണി കൊടുത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് നമ്മുടെ ഉദയഭാനു നമ്മുടെ എന്താ പറയാ ശ്രീദേവിയുടെ അമ്മയും കൂടെ പോകാൻ പോകുമ്പോൾ എല്ലാവരും കൂടെ അയ്യോ നിങ്ങൾക്ക് 2 ദിവസം കൂടി നിന്നൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പൊ നമ്മുടെ ഉദയഭാനു ആണെങ്കിൽ തപ്പിക്കളിക്കുക, നിന്നാ പിന്നെ പണി പാളിയല്ലോ. അപ്പൊ ബാലൻ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഉദയൻ സാറിന് അവിടെ ചെന്നിട്ട് ബിസിനസിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ബാലൻ നൈസായിട്ട് ഇവരെ പറഞ്ഞു വിടുവാണേ. എന്തായാലും ഇപ്രാവശ്യം കഷ്ടി രക്ഷപ്പെട്ടു. ഇനിയും ഇങ്ങനത്തെ വരവ് തുടരാനാണെങ്കിൽ തീർന്നത് തന്നെ. നമ്മുടെ ശ്രീദേവിയുടെ ചീട്ടും കീറും അല്ലേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.